ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും എണ്ണ പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റവ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല മഷി പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് അതിനൊക്കെ കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം, പക്ഷേ മൈദൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൂരി നമുക്ക് കിട്ടും മൈദ ഇല്ലാതെ തന്നെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇപ്പം തന്നെ ഇത് ചുട്ടെടുക്കാവുന്ന നല്ല അടിപൊളി നല്ല പൊങ്ങി വരുന്ന പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മൈദ ഒട്ടും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൂരി ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് ഇപ്പോൾ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് ഒട്ടും പിടിക്കാത്ത നല്ല അടിപൊളി പൂരിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി പൂരിയുടെ റെസിപ്പി ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൂരി നമ്മളിതിൽ ഒട്ടും മൈദ ചേർത്തിട്ടില്ല കേട്ടോ. മൈദ ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ